ലോകസഞ്ചാരം കഴിഞ്ഞ് ഞാൻ എന്റെ രാജ്യത്തെത്തിയപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് കേരളമെന്ന സോമാലിയിൽ മെട്രോ റെയിൽ ഉദ്ഘാടനമുണ്ടെന്നറിയുന്നത്. ഊരുതണ്ടൽ ഒരു ശീലമായതിനാൽ ഞാൻ അപ്പോൾ തന്നെ പ്രത്യേക വിമാനത്തിൽ കേരളത്തിലേക്ക് തിരിച്ചു. ദൈവത്തിന്റെ ഈ സ്വന്തം നാട്ടിൽ എന്റെ പാർട്ടിക്ക് വേണ്ടത്ര പുരോഗതി ഇല്ലാത്തതിനാൽ സോമാലിയ, പാകിസ്ഥാൻ തുടങ്ങിയ വിശേഷങ്ങളാണ് ഞങ്ങൾ ഈ സംസ്ഥാനത്തിന് നൽകാറ്. शेड्यूल ट्राइब उसमें जो चाइल्ड डेथ रेशियो है, सोमालिया से भी स्थिति खतरनाक है. രാവിലെ 10:30 ഞാൻ കൊച്ചി എയർപോർട്ടിലേക്കെത്തി. മഞ്ഞുകൂടിയ അന്തരീക്ഷം. വിമാനത്തിന്റെ പ്രധാന വാതിൽ തുറന്ന് ഞാൻ പുറത്തിറങ്ങി. എന്നെ സ്വീകരിക്കാൻ പൌരാണിക വേഷം ധരിച്ച നിരവധി പേർ താഴെ നിൽപ്പുണ്ട്. ഈ സോമാലിയൻ ആതിഥേയരെ പരിചയപ്പെടുകയാണ് എന്റെ ആദ്യ ലക്ഷ്യം. കൊറിയൻ രാജാവിന്റെ മുഖഭാവം തോന്നിപ്പിക്കുന്ന ഇവിടുത്തെ മുഖ്യഭരണാധികാരി എന്റെ കൈപിടിച്ച് ആഞ്ഞു കുലുക്കി. അദ്ദേഹം കുലുക്കിക്കൊണ്ടേയിരുന്നു. എല്ലാവർക്കുമിടയിൽ പതുങ്ങി നിന്ന ഒരു വെള്ളത്താടിക്കാരൻ എന്നെ കണ്ടതും മുന്നിലേക്ക് വന്നു. ദ്രാവിഡ ഭാഷ സംസാരിക്കുന്നവരാണെങ്കിലും ഇവർക്ക് എന്റെ ഭാഷയും നന്നായി മനസ്സിലാകും. ഇനി പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിൽ എത്രയും പെട്ടെന്ന് മെട്രോ ട്രെയിനിലേക്ക് പോവുകയാണ് എന്റെ ലക്ഷ്യം. അതിനായി ഞാൻ മുന്നോട്ട് നീങ്ങി. എന്നെ സ്വീകരിച്ച സോമാലിയൻ ജനത ഒപ്പമുണ്ട്. പൌരാണിക നഗരമാണെങ്കിലും അമ്പരചുംബികളായ കെട്ടിടങ്ങളും കൂതറ ഓടകളും ഇവിടെ കാണാം. വളരെ ഉദാസീനരും അലസരുമാണ് ഇവിടുത്തെ ജനങ്ങൾ. എങ്കിലും എന്റെ വാഹനത്തിലേക്ക് നോക്കി അവർ കൈവീശുന്നുണ്ടായിരുന്നു. 5 മിനിറ്റ് യാത്ര. ഞങ്ങൾ മെട്രോ റെയിൽ സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നു. മനോഹരമായ പ്രദേശം. ആരും ഒന്നും മിണ്ടുന്നില്ല. ഇവിടെ ഇറങ്ങിയപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുകയാണ്. സഹയാത്രികനായ സോമാലിയൻ മുഖ്യൻ വളരെ ഗൌരവക്കാരനാണെന്ന് തോന്നുന്നു. തല മുന്നോട്ട് നീട്ടി ഞങ്ങൾ നടന്നു. വിസ്താരമേറിയ കോവണിക്ക് പുറമെ എക്സലേറ്റർ സംവിധാനവും ഇവിടെയുണ്ട്. അതിലേക്ക് കയറിപ്പറ്റാനായി ഞങ്ങളുടെ ശ്രമം. 2ാം നിലയിലേക്കുള്ള കോറിഡോറിലൂടെ ഞങ്ങൾ നടന്നു. ഇടയ്ക്ക് ഞങ്ങളുടെ വഴിമുടക്കി ആരോ തുണിയുടെ ഒരു റിബൺ കെട്ടിയിരിക്കുന്നു. പൌരാണികത നിലനിൽക്കുന്ന ഒരു സോമാലിയൻ യുവതി താലത്തിൽ വെച്ച് ഒരു കത്രിക എനിക്ക് തന്നു. ഞങ്ങൾ റിബൺ മുറിച്ചുമാറ്റി ഞങ്ങളുടെ യാത്ര തുടർന്നു. മെട്രോ റെയിൽ സ്റ്റേഷൻ കാത്തുകിടക്കുന്നു. തിരക്ക് കൂട്ടാതെ ഞങ്ങൾ അതിൽ കയറിപ്പറ്റി. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്, എയർപോർട്ട് മുതൽ എന്നെ പിന്തുടരുന്ന ആ നരച്ചതാടിയുള്ള മനുഷ്യനും ട്രെയിനിൽ കയറിപ്പറ്റിയിട്ടുണ്ട്. എന്താണ് അദ്ദേഹത്തിന്റെ യാത്രാ ഉദ്ദേശമെന്ന് വ്യക്തമല്ല. ട്രെയിൻ പതുക്കെ മുന്നോട്ട് നീങ്ങിത്തുടങ്ങി. എന്റെ നോട്ടം ചെല്ലുമ്പോഴെല്ലാം ഒരുതരം പുച്ഛഭാവത്തോടെ സൊമാലിയൻ മുഖ്യൻ മുഖം തിരിക്കുന്നുണ്ട്. ഒപ്പമിരിക്കുന്നവരോട് എന്റെ ചില തള്ളുകൾ നടത്താൻ ഞാൻ ശ്രമം നടത്തിയെങ്കിലും ആരും വേണ്ടത്ര പ്രോത്സാഹനം നൽകുന്നില്ല. ഞാൻ ട്രെയിനിലൂടെ പുറത്തേക്ക് നോക്കി. ഒരു പട്ടിക്കുഞ്ഞിനെ പോലും കാണാനില്ല. എങ്കിലും ഞാൻ വെറുതെ കൈ വീശിക്കൊണ്ടേയിരുന്നു. നരച്ചതാടിയുള്ള വൃദ്ധൻ എന്നെ പ്രതീക്ഷയോടെ നോക്കുന്നു. വളരെ വേഗത്തിൽ പോകുന്ന ട്രെയിൻ ഞങ്ങളെ അടുത്ത സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുന്നു. ഇവിടെ നിന്നും ഇറങ്ങി വിശാലമായ ഒരു ഹാളിലേക്കാണ് ഞങ്ങൾ എത്തിയത്. എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്. എന്തെങ്കിലും സോമാലിയൻ വിഭവം തൊണ്ട തൊടാതെ വിഴുങ്ങുകയാണ് എന്റെ അടുത്ത ലക്ഷ്യം. എന്നാൽ ഇവിടുത്തെ ആചാരമനുസരിച്ച് ആൾക്കൂട്ടത്തിനു മുന്നിൽ സംസാരിക്കണം. വെറും പച്ചവെള്ളം കുടിച്ചിറക്കി ഞാൻ സംസാരിക്കാനായി എഴുന്നേറ്റു. പഴയകാല ദാരുശില്പങ്ങളെ അനുസ്മരിപ്പിക്കും വിധം ആളുകൾ നിരനിരയായി ഫലഭാവത്തിൽ ഇരിക്കുന്നു. ഇവരുടെ ദ്രാവിഡ ഭാഷയിൽ ഞാൻ കഷ്ടപ്പെട്ട് കുറച്ച് വാക്കുകൾ പറഞ്ഞു. കോച്ചി മെട്രോയുടെ പ്രൗഢ ഗംഭീരമായ ചടങ്ങിൽ പങ്ക്ചേരോണ്ടിൽ ജനങ്ങളോടൊപ്പം ഞാൻ സന്തോഷിക്കുകയാം. ഇതിനിടയിൽ ഞാൻ നരച്ചതാടിയുള്ള വൃദ്ധനെ വേദിയിൽ നോക്കി. അവിടെയെങ്ങും ആ മനുഷ്യനെ കണ്ടില്ല. എന്റെ സംസാരം തീർന്നതും സോമാലിയൻ മുഖ്യൻ ഒരു ചിരി മുഖത്ത് വരുത്തി ഒരു തടിയുടെ ശില്പം എനിക്ക് സമ്മാനമായി നൽകി. ഞാൻ ആ സമ്മാനം സ്വീകരിച്ചത് കണ്ടിട്ടാകണം വെളുത്ത മുഖമുള്ള ഒരു ചെറിയ മനുഷ്യൻ ചമ്മിയ ചിരിയോടെ എന്റെ അടുത്ത് വന്നു. എന്റെ സമ്മാനം അദ്ദേഹത്തിന് കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കുന്നു എന്നാണ് അദ്ദേഹത്തിന് അറിയേണ്ടത്. യാത്രകളിൽ ഞാൻ സാധനങ്ങൾ വാങ്ങാറേയുള്ളൂ, വിൽക്കാറില്ലെന്ന് അറിയിച്ചപ്പോൾ പതിവ് ചമ്മിയ ചിരിയോടെ അദ്ദേഹം പിൻവാങ്ങി. പ്രത്യേകതകൾ ഏറെയുള്ള ഈ സോമാലിയയിൽ ഇനിയും നിന്നാൽ എന്റെ ഊരുദണ്ഡൽ നടക്കില്ലെന്ന് മനസ്സിലാക്കി ഞാൻ മടക്കയാത്രയ്ക്കുള്ള വട്ടം കൂട്ടി.
ആ നരച്ച താടിയുള്ള വൃദ്ധൻ എന്നെ പിന്തുടരുന്നില്ലെന്ന് ഉറപ്പുവരുത്തി ഞാൻ സ്ഥലം കാലിയാക്കി.